നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം എസ്റ്റവായോ മാജിക്. ആ ഗോള്, അദ്ദേഹം ആ ബോളുമായിട്ട് ഓടിക്കയറുമ്പോൾ പിന്നാലെ ഉണ്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ ഡിഫൻഡർ. ഒന്നും തടയാൻ പറ്റിയില്ല, ഓടിക്കയറി. സത്യം പറഞ്ഞാൽ ഗോയിങ് എന്ന തരത്തിൽ അദ്ദേഹം ഓടിപ്പോയിട്ട് ആ ഗോള് അതിമനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. എസ്റ്റവായോ മാജിക് കണ്ട നിമിഷമായിരുന്നു അത്. 3-1 തകർപ്പൻ ജയമാണ് ക്രിസ്റ്റൽ പാലസിന് എതിരെ നേടിയിരിക്കുന്ന. ഒരു ഗോളും ഒരു അസിസ്റ്റും കൂടാതെ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 4 ഷോട്ടുകൾ, അതിൽ 2 ഓൺ ടാർഗറ്റ്, 18 പാസുകളിൽ 14 കൃത്യമായി ലക്ഷ്യത്തിലേക്ക്. എസ്റ്റവായോ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കൂടാതെ മറ്റൊരു ബ്രസീലിയൻ താരം ജാവോ പെഡ്രോയും ഗോളടിച്ചു. എന്നാൽ ബ്രസീലിയൻ കരുത്തിൽ കളി 50 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും 2-0 ചെൽസി മുന്നിലെത്തി കഴിഞ്ഞിരുന്നതാണ്. പിന്നീട് ലഭിച്ച പെനാൽറ്റി അർജൻറ്റീനക്കാരൻ എൻസോ ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റി. 3-0 അവർ മുന്നിൽ പോയി. ഏതായാലും കളിയുടെ അവസാനത്തിൽ റിച്ചാർഡ്സിലൂടെ ഒരു ഗോൾ ക്രിസ്റ്റൽ പാലസ് മടക്കിയെങ്കിലും 3-1 തകർപ്പൻ ജയമാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ മൈതാനത്ത് പോയിട്ട് ഇപ്പോൾ ചെൽസി നേടിയിരിക്കുന്നത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള 3 പോയിൻ്റ് അവർ നേടിയിരിക്കുന്നു. 23 കളികളിൽ നിന്ന് 37 പോയിൻറ്റുമായിട്ട് അവരിപ്പോൾ പ്രീമിയർ ലീഗിൽ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏതായാലും സൂപ്പർ പ്രകടനം വന്നിരിക്കുന്നു. ജാവോ പെഡ്രോയുടെ കണക്കുകൾ കൂടി ഒന്ന് നോക്കാം. ജാവോ പെഡ്രോ ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചു. 2 ഷോട്ടുകൾ, 2 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. 10 ഡ്യുവൽസിൽ 6 അദ്ദേഹം വിൻ ചെയ്തു. 2 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ, 2 കംപ്ലീറ്റ് ചെയ്തു. ഏതായാലും ഇപ്പോൾ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം 37 പോയിൻറ്റ്, 4-ാം സ്ഥാനം. മികച്ച രൂപത്തിൽ അവർ മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിലേക്ക് എത്താം.